അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഏറെ സ്നേഹം നിറഞ്ഞ തിൽമീദുകളെ തിൽമീദത്തുകളെ, അല്ലാഹുവിൻ്റെ നിഗ്രഹത്താൽ മദ്ദിൻ്റെ അവസാനത്തെ ഇനത്തിലാണ് നാം ഉള്ളത്. മദ്ദിനെ സംബന്ധിച്ച് അതിൽ നമ്മൾ രണ്ട് കാറ്റഗറി ആക്കുമെന്ന് പറഞ്ഞു. ഹംസ കൊണ്ട് മദ്ദാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ സുക്കൂൻ കൊണ്ടും നീട്ടുന്നവ. അപ്പോൾ ഹംസ കൊണ്ട് നീട്ടുന്നവ, സുക്കൂൻ കൊണ്ട് നീട്ടുന്നവ. അപ്പോൾ ഹംസ കൊണ്ട് നീട്ടുന്നതിനെ നമ്മൾ പറഞ്ഞിരുന്നു മദ്ദുൽ മുത്തസിലാണ്, മുൻഫസിലാണ്, മദ്ദു സിലത്തുൽ കുബറ എന്ന് വിശദീകരിച്ചിരുന്നു. നമ്മൾ നീട്ടുന്ന സുക്കൂൻ കൊണ്ട് നീട്ടുന്നതിന് മദ്ദുൽ ആരിൽ, മദ്ദുൽ ലീൻ, മദ്ദുൽ ലാസിം. ആ മൂന്നെണ്ണത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കെലിമു മുസക്കലും കെലിമു മുഖഫഫാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള മദ്ദുൽ ലാസിമിന്റെ മറ്റൊരു കാറ്റഗറിയാണ് ഹർഫി. കെലിമിയുണ്ട്, ഹർഫിയുണ്ട്. അപ്പോൾ കെലിമി തന്നെ രണ്ടെണ്ണം, കെലിമു മുസക്കലുണ്ട്, മുഖഫഫുണ്ട്. അത് വിശദീകരിച്ചതാണ് ആ ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഹർഫി മുസക്കൽ എന്ന് പറഞ്ഞാൽ ഹർഫ് കൊണ്ട് ഹാർഡാവുന്ന, ഹെവി ആവുന്ന ലെറ്റർ. അതേപോലെ തന്നെ മദ് ഹർഫ് മുഖഫഫ് എന്ന് പറഞ്ഞാൽ ഹർഫ് കൊണ്ട്. ഈ ഹർഫിന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഏകദേശം 29 സൂറത്തുകളിലായി കേവല അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ മുഖത്തഅ ഉണ്ട് 29 സൂറത്തുകളിൽ. ആ ഹുറൂഫുൽ മുഖത്തഅ എത്ര അക്ഷരമാണ്? 14 എണ്ണമാണ്. ഈ 14 എണ്ണമുള്ള ആ ഹർഫുകൾ, അതാണ് ഹർഫി എന്ന് പറയുന്ന മദ്ദുൽ ലാസിം പെടുന്ന ഹർഫു മുസക്കലും ഹർഫു മുഖഫഫുമായിട്ടുള്ള അക്ഷരങ്ങൾ. ആ ഹർഫുകളെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. ആ ഹർഫുകളെ സംബന്ധിച്ച് നിങ്ങൾ കാണാൻ സാധിക്കും 14 കേവലാക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾ നമുക്ക് ഒരു സൂചകമായിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. നസ്സുൻ, ഹകീമുൻ, ഖാതിഉൻ, ലഹു സിർറുൻ. 14 അക്ഷരങ്ങളെയും നമ്മൾ എണ്ണി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വാചകം നസ്സുൻ, ഹകീമുൻ, ഖാതിഉൻ, ലഹു സിർറുൻ, ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താക്കാം? 14 ഹർഫുകൾ, ഹുറൂഫുൽ മുഖത്തഅ 29 സൂറത്തുകളിലായി 14 ഹർഫുകളുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. നഫ്സുൻ, ഹകീമുൻ, ഖാതിഉൻ, ലഹു സിർറുൻ. ഇത് 14 അക്ഷരങ്ങളാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഈ 14 അക്ഷരങ്ങളെയും നമുക്ക് ഇങ്ങനെ ഒരു സൂചകമായിട്ട് പഠിച്ചു വെക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹർഫ് മുസക്കലില്ലേ 2 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹെവി ആയിട്ട് പറയേണ്ട അക്ഷരങ്ങളാണ്. ഒന്ന് ലാമും അതേപോലെ തന്നെ സീനുമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ലാമും സീൻ, സീൻ എന്ന അക്ഷരമാണ്. ഈ 2 അക്ഷരങ്ങളാണ് കുറച്ച് മുസക്കലായി ഹെവി ആയിട്ട് ഉച്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂറത്ത് ബക്കറയിലെ ആദ്യത്തെ വചനം തന്നെ എങ്ങനെയാണ്? അലിഫ് ലാം മീം. അപ്പം ലാമിന് കുറച്ച് ഹെവി ആയിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അതിനാണ് ഹർഫ് മുസക്കൽ. 2 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് ഹാർഡായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച കെലിമ മുസക്കൽ പഠിച്ച ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഷദ് കൊടുക്കപ്പെടുന്ന സാഹചര്യങ്ങൾ എന്നുള്ളത് ഇവിടെ ലാമിനും സീനുമാണ് അങ്ങനെ ഷദ് കൊടുക്കപ്പെടുന്ന രീതിയിലുള്ള ഉച്ചാരണം വരുന്നത്. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ള മുഴുവൻ 14 അക്ഷരങ്ങളിൽ ബാക്കിയുള്ള 12 ഹർഫുകളും എന്താണ്? മുഖഫഫാണ്, ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കേണ്ട ഹർഫുകളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മദ്ദുകൾ തന്നെ, മദ്ദുൽ ലാസിമിൽ തന്നെ ഹെവി ആയിട്ട് നീട്ടുന്ന, ലോങ് ആയിട്ട് നീട്ടേണ്ട അക്ഷരങ്ങളുണ്ട്, ലോങ് ആയിട്ട് നീട്ടാൻ പാടില്ലാത്ത അക്ഷരങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ സൂറത്ത് ബക്കറയിൽ തന്നെ അതിന്റെ തുടക്കം തന്നെ നമ്മൾ പാരായണം ചെയ്തു. ഒന്നാമത്തെ ആയത്തിൽ തന്നെ പാരായണം ചെയ്യപ്പെടുന്നത് അലിഫ് ലാം. നേരെ അലിഫ് എന്ന് മാത്രം ഇങ്ങനെ വായിക്കുന്നില്ല, തെറ്റാണ്. അതേപോലെ തന്നെ കാഫ് യാ ഹാ ഇങ്ങനെ പറയുമ്പോൾ കാഫി കുറച്ച് നീട്ടം കൊടുക്കുന്നു, പക്ഷേ ഹായും യാനും നീട്ടല്ല. എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അക്ഷരങ്ങൾ, നീട്ടാൻ പാടില്ലാത്ത അക്ഷരങ്ങൾ നമുക്കൊരു സൂചകമായിട്ട് പഠിക്കാം. അതാണ് ഹയ്യൻ ത്വാഹിറൻ. ഹയ്യൻ ത്വാഹിറൻ എന്ന് പറഞ്ഞാൽ ആ 6 അക്ഷരങ്ങൾ, ഇതിൽ 6 അക്ഷരമുണ്ട്. ഹ ഉണ്ട്, യാ ഉണ്ട്, ത്വാ ഉണ്ട്, അലിഫ് ഉണ്ട്, ഹായ് ഉണ്ട്, റായ് ഉണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ അലിഫ് എന്ന അക്ഷരം
അതിനെ ഒരു ഹർഫ് മാത്രമേ, ഒരു മദ്, ഒരു ഖദർ മാത്രമേ നീട്ടാൻ പാടുള്ളൂ. അതിനൊരിക്കലും 2 ആയിട്ട് നീട്ടാൻ പാടില്ല. ബാക്കിയുള്ള ഇതിൽ കാണുന്ന ബാക്കിയുള്ള 5 അക്ഷരങ്ങളും 2 ഖദർ നീട്ടാവുന്നതാണ്. ഇതുപോലെ ഇപ്പൊ യാ പറയുമ്പോൾ എന്ന് പറയാം, അലിഫ് പറയുമ്പോൾ അലിഫ് തന്നെ പറയണം, ഹ പറയുമ്പോൾ ഹ, ഇത്ര നീട്ടാം. ഒരു 2 ഖദർ, 2 അലിഫിന് നീട്ടാവുന്ന അത്രയും. പക്ഷെ അലിഫിന് മാത്രം നീട്ടാൻ പാടില്ല. അപ്പോൾ ഒരു ഖദർ മാത്രം നീട്ടേണ്ടത് അലിഫ് മാത്രമാണ്. 2 ഖദർ നീട്ടേണ്ട ബാക്കിയുള്ള 5 അക്ഷരങ്ങൾ ഹ, യാ, ത, ഹ, റ, ഈ അക്ഷരങ്ങൾ 2 ഖദർ മാത്രമേ നീട്ടാൻ പാടുള്ളൂ. അതിനെ നമ്മൾ ഹയ്യൻ താഹിറൻ എന്ന് നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും അക്ഷരങ്ങളിൽ ഈ അക്ഷരങ്ങൾക്കാണ് ഇത്തരത്തിൽ നീട്ടാൻ പാടില്ലാത്ത ഒരു നിയമം വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു ഉദാഹരണം ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയുടെ തുടക്കം, അതിൽ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് ഇതിൻ്റെ ഒരു ഉദാഹരണം സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് 1-ാമത്തെ വചനം അലിഫ് ലാം മീം, അത് നമുക്ക് ജസ്റ്റ് ഇത് വിശദീകരിച്ച് നോക്കാം. അലിഫ് ലാം മീം. അപ്പൊ അലിഫിനും ലാമിനുമാണ് നമ്മൾ നീട്ടേണ്ടത്. അപ്പൊ അലിഫ് എത്ര ഖദർ കിട്ടും? ഒരു ഹർക്കത്ത് അല്ലെ, ഒരു ഹർക്കത്താണ് നമുക്ക് അലിഫിന് നീട്ടാൻ പാടുള്ളൂ. ഇനി ലാം എന്ന അക്ഷരത്തിന് നമ്മൾ 6 ഹർക്കത്ത് എന്ത് ചെയ്യണം? നീട്ടണം. ശരി. അപ്പോൾ മീമിനും അതേപോലെ തന്നെ 6 ഹർക്കത്ത് നമ്മൾ നീട്ടണം. ഇത്തരത്തിൽ നമ്മൾ ഓരോന്നും കൃത്യമായി എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്ത് കാഫിലാണെങ്കിലും അതിന് തുടക്കം ഹാമീം എന്നാണ്. അപ്പോൾ ഹാമീം എന്നൊരാൾ വായിക്കുക. അപ്പോൾ ഹ എത്ര തവണ നീട്ടാൻ പാടുള്ളൂ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ഖദർ നീട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഹ എന്ന അക്ഷരം അയാൾ 2 ഖദർ നീട്ടാൻ പാടുള്ളൂ അതാണ് പറഞ്ഞത്. ഇനി മീമോ അയാൾ എത്ര തവണ നീട്ടണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് മീം എന്നുള്ളത് ഇതിൽ പെടുന്നതല്ല, ഷോർട്ടാക്കുന്നതല്ല, ദീർഘിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 6 ഖദർ എന്ത് ചെയ്യണം? അയാൾ വായിക്കണം. അപ്പോൾ ഇത്തരത്തിൽ അത് നീട്ടുകയും ചെയ്യണം. അപ്പോൾ ഓരോന്നും നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. പിന്നെ അലിഫ് ലാം റോ, അലിഫ് ലാം റോ ഇങ്ങനെ ഒരാൾ ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ വിശദീകരിക്കുക. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഖദർ നിശ്ചയിക്കുക? നമുക്ക് വ്യക്തമായി അലിഫിന് എന്ത് ചെയ്യാം? ഒരു ഖദർ മാത്രമേ പറ്റുള്ളൂ, ഒരു ഖദർ മാത്രമേ പറ്റുള്ളൂ. ഇനി ലാമ് നമ്മൾ പഠിച്ചതുപോലെ ഇതിൽ പെടുന്നതാണ് അല്ല, അത് ഷോർട്ടാക്കുന്നതല്ല, ദീർഘിപ്പിക്കുന്നതാണ്. അപ്പോൾ 6 ഖദർ വരെ നീട്ടാം. ഇനി റ എത്ര നമ്മൾ പറഞ്ഞൊരു 2 ഖദറേ നീട്ടാൻ പാടുള്ളൂ, 2 ഖദർ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൃത്യമായി ഓരോന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായി. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഷോർട്ടാക്കേണ്ട ഹറൂഫുൽ മുഖത്തയിൽ ഷോർട്ടാക്കേണ്ട കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ഷോർട്ടാക്കേണ്ടത് ഇത്തരത്തിലുള്ള 6 അക്ഷരങ്ങളാണ്. ആ 6 അക്ഷരങ്ങളിൽ അലിഫിന് മാത്രം ഒരു ഖദർ മാത്രമേ പാടുള്ളൂ. ബാക്കിയുള്ള 5 അക്ഷരങ്ങൾക്കും നമ്മൾ ഹർഫുകൾക്കും നമ്മൾ അത് 2 ഖദർ നീട്ടാവുന്നത്. പിന്നെ അതിന് മുന്നോട്ടുള്ള അതിന് കൂടുതലുള്ള അക്ഷരം ബാക്കിയുള്ള 8 അക്ഷരങ്ങളും ഹർഫുകളും അത് നമ്മൾ ദീർഘിപ്പിക്കേണ്ട 6 ഖദറോളം ദീർഘിപ്പിക്കേണ്ട രീതിയിലാണ്. ചിലത് 5 ഉണ്ട്, ചിലത് 4 ഉണ്ട്, അങ്ങനെയൊക്കെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ പൂർണ്ണമായി ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി ഏറ്റവും ചുരുക്കി ദീർഘിപ്പിക്കേണ്ട അക്ഷരങ്ങൾ 6 പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ, വളരെ സിമ്പിളായി കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹറൂഫുൽ മുഖഫഫ് എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്, ഹെവി ആയിട്ട് രീതിയിൽ ഉച്ചരിക്കുന്ന 2 അക്ഷരങ്ങളാണ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഹറൂഫുൽ മുഖത്തയിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് നീട്ടേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തിൽമീദുകളോട് ചോദിക്കുക. നിങ്ങൾ തിൽമീദുകൾ ഓരോരുത്തരും നിങ്ങൾ മുഅല്ലിമുകളോട് ചോദിക്കുക, അധ്യാപകന്മാരോടും ചോദിക്കുക. അതെല്ലാം കൃത്യമായി അവർ വിശദീകരിച്ചിരുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ഖുർആനിൻ്റെ ഹർഫുകളെ സംബന്ധിച്ച് പഠിക്കുവാനും തജ്വീദോടെ പാരായണം ചെയ്യാനുള്ള തൗഫീക്ക്, നല്ല സ്വര സൗന്ദര്യത്തോടെ പാരായണം ചെയ്യുന്നവരിലും ഖുർആനെ ഇഷ്ടപ്പെടുന്നവരിലും നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.